9 വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് BJP പ്രതിഷേധം. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധമുള്ളത്. വിവരങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ഒരു സാധാരണ നിലയിൽ വീട്ടിൽ നിന്നൊക്കെ കളിക്കുമ്പോൾ വീണ ഒരു സംഭവമാണ്. അതൊരു കുട്ടിയുടെ കൈമുറിച്ചു മാറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെയുള്ള പ്രതിഷേധത്തിന്റെ വിശദാംശം. രുചീഷ്, ഇവിടെ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. ജില്ലാ ആശുപത്രിയിലേക്ക് BJP പ്രവർത്തകർ അല്പസമയത്തിന് മുമ്പാണ് മാർച്ചായി എത്തി പ്രതിഷേധം രേഖപ്പെടുന്നത്. പോലീസ് ഗേറ്റിന് മുമ്പിൽ ഈ മാർച്ച് തടഞ്ഞു. ഇതിന് മുന്നാലെ ഇവിടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ പരിശോധനയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർമാരോട്, ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരോടും അതുപോലെ തന്നെ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിൽ 2 മൊഴികളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റാൻ കഴിയുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് വീഴ്ചയില്ല എന്നുള്ളതാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരും സൂപ്രണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ DMO നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും എല്ലാം പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല. മാത്രമല്ല, ആരോഗ്യ വിദഗ്ധരിൽ ഒരു വിഭാഗവും പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്നിട്ടുള്ളതാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ BJPയും പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ആ പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അത്തരത്തിൽ ഈ ആരോഗ്യവകുപ്പിന്റെ പരിശോധന കൂടി വന്നാൽ മാത്രമാണ് ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടാകുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. നേരത്തെ രുചിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഒരു സാധാരണഗതിയിൽ വീടുകളിൽ കളിക്കുമ്പോഴൊക്കെ വീഴുന്നതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ സൂപ്രണ്ട്, ആശുപത്രിയിലെ സൂപ്രണ്ട് വ്യക്തമാക്കിയത് അപൂർവമായ സാഹചര്യം എന്നാണ് ഇതിനെ സംബന്ധിച്ച് വിശദമാക്കിയത്. ഇനി തുടർ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അതിലൊരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. രുചീഷ്, ശരി അജിത്ത്, എന്തായാലും വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് പാലക്കാട് ഉണ്ടായത്. ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ വലിയ പ്രതിഷേധമാണ് പാലക്കാട് ഉയരുന്നത്.